ഓർമ്മയുണ്ടോ? 1980, 90 കാലഘട്ടങ്ങളിൽ നമ്മൾ മിക്കവരുടെയും വീടുകളിൽ ടി വി ഒന്നുമില്ല. ഇനി ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ തന്നെ 14 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 17 ഇഞ്ചിൻ്റെ പിക്ചർ ട്യൂബൊക്കെ ഉള്ള അതിൻ്റെ ഡോറ് 2 വശത്തേക്ക് ഇങ്ങനെ വലിച്ചു തുറക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ LCD ടി വികൾ വന്നപ്പോൾ നമ്മൾ 32 ഇഞ്ചിൻ്റെ ടി വികളിലേക്ക് മാറി. അങ്ങനെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് മാറി. ഇപ്പോൾ എല്ലാവരും 75 ഇഞ്ചിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു അല്ലേ? കാരണം ഒരു മിനി തിയേറ്റർ അനുഭവം നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 75 ഇഞ്ചിൻ്റെ എങ്കിലും ടി വി വെക്കണം. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ഏറ്റവും നല്ല ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാമോ, ഏത് ടി വി വാങ്ങണമെന്നൊക്കെ. അങ്ങനെ ചോദിക്കുന്നവരോട് കണ്ണടച്ച് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് TCL. കാരണം എന്താ? ഏറ്റവും ആധുനികമായിട്ടുള്ള ഫീച്ചേഴ്സ് അവരുടെ ടി വിയിലുണ്ടാവും. അതുപോലെ നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്, ഒരു പ്രീമിയം ഫിനിഷൊക്കെ ഉണ്ടാവും അവരുടെ ടി വിക്ക് അല്ലേ. പിന്നെ ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ സർവീസും കിട്ടുന്ന ഒരു ബ്രാൻഡാണ് TCL. 44 വർഷം മുന്നേ സ്ഥാപിതമായതാണ് TCL എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ അത്രയും പാരമ്പര്യമുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, രോഹിത് ശർമ്മയാണ്. ആ TCL കുറച്ച് നാൾ മുന്നേ Q6C സീരീസിൽ 75 ഇഞ്ചിൻ്റെ വലിയ ടി വികൾ പുറത്തിറക്കിയിട്ടുണ്ട്. QD മിനി LED ഗൂഗിൾ ടി വി. അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. 75 ഇഞ്ച് മാത്രമല്ല, നമുക്ക് 55 ഇഞ്ചും കിട്ടും, 65 ഇഞ്ചിൻ്റെയും കിട്ടും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഡിസൈൻ നോക്കിയാൽ ഒറ്റ ലുക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ബേസ്ലെസ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെത്. നല്ല പ്രീമിയം ഫീൽ തരുന്ന ഡിസൈൻ, നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തവർക്ക് അതിൽ സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിംലെസ് ഡിസൈനാണ്. പിന്നെ ഗൂഗിൾ ടി വി പ്ലാറ്റ്ഫോം ആയതിനാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സജഷൻസ് തന്നെ ഇതിൽ ലഭിക്കുന്നതിനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ച് റിമോട്ടിൽ കൂടി ഈ ഒരു ടി വി നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഇപ്പോൾ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് റിമോട്ട് എടുത്തിട്ട് ഓപ്പൺ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണാം, അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കാം അല്ലേ. ഇനി ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് QD മിനി LED ആണ്. വളരെ ചെറിയ, ഇത് മിനി ആയിട്ടുള്ള പിക്സൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് QLEDയുടെയും മിനി LEDയുടെയും ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള ഈ ഒരു ഡിസ്പ്ലേ ഓരോ പിക്സലിനും വളരെ കൃത്യമായിട്ടുള്ള ബാക്ക് ലൈറ്റിംഗ് നൽകുന്നു. TCL അവരുടെ ഈ ഒരു ടി വിയിൽ ഹാലോ എഫക്റ്റ് മാക്സിമം കുറയ്ക്കുന്നതിനായിട്ട് ഓൾ ഡൊമൈൻ ഹാലോ കൺട്രോൾ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കറുത്ത പ്രതലത്തിൽ നിൽക്കുന്ന നല്ല ഗ്ലോയിൽ നിൽക്കുന്ന ഒരു മൂണിനെ സങ്കല്പിക്കുക. അപ്പോൾ അത്തരത്തിലൊരു വിഷ്വൽ നമ്മൾ ടി വിയിൽ കാണുന്ന സമയത്ത് ആ ഒരു ഡാർക്ക് പ്ലേസിലേക്ക് ചെറുതായിട്ട് വെളിച്ചം വരുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടാവും സാധാരണ ടി വികളിൽ. എന്നാൽ TCLൻ്റെ ഈ ഒരു ടി വിയിൽ അത്തരത്തിലുള്ള ആ ഒരു വൈറ്റ് ഗ്ലോ അല്ലെങ്കിൽ വൈറ്റ് സ്പ്രെഡ് ആവുന്നത് അത് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു ടെക്നോളജി ഇവിടെ TCL ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അൾട്രാ ഹൈ നെഗറ്റീവ് കോൺട്രാസ്റ്റ് റേഷ്യോ, അതുപോലെ ഷാർപ്പായിട്ടുള്ള ഡാർക്കായിട്ടുള്ള വിഷ്വൽസ് ഡാർക്കായി തന്നെ നമുക്ക് കാണാനും ബ്രൈറ്റായി തന്നെ കാണാനും ലോക്കൽ ഡിമ്മിങ്ങും ഇതിലുണ്ട്. പിന്നെ TCLൻ്റെ ഈ ഒരു ടി വിയിൽ അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള AIPQ പ്രോ പ്രൊസസ്സർ ഉപയോഗിച്ചിട്ടുള്ള AIPQ എഞ്ചിൻ 3.0 ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ ടി വിയിൽ കാണുന്ന ഓരോ സീനും അത് ക്ലാരിറ്റി കൂടേണ്ട ഡാർക്ക് സീനാണോ, ബ്ലർ ഉണ്ടാവാൻ പാടില്ലാത്ത മോഷൻ സീനാണോ എന്നൊക്കെ കൃത്യമായിട്ട് എന്താണെന്ന് സ്വയം മനസ്സിലാക്കി ആ സമയത്ത് കളറാണോ കോൺട്രാസ്റ്റ് ആണോ ക്ലാരിറ്റി ആണോ വേണ്ടതെന്ന് സ്വയം തീരുമാനിച്ച് നമുക്ക് നല്ലൊരു ഇമേജ് ക്വാളിറ്റി തരുന്നു. അതുമാത്രമല്ല ആ AIPQ എഞ്ചിനാണ് ഇവിടെ നമ്മൾ കാണുന്ന വിഷ്വൽ ഏതാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച രീതിയിലുള്ള ശബ്ദവും കൂടി ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് തരുന്നത്. ഓരോ ഫ്രെയിമും നല്ല വൈബ്രൻ്റായി കാണിക്കാനും അതേസമയം അതിലെ നാച്ചുറാലിറ്റി നിലനിർത്താനും ബയോണിക് കളർ ഒപ്റ്റിമൈസേഷനുള്ള കളർഫുൾ ആയിട്ടുള്ള ക്വാണ്ടം ക്രിസ്റ്റൽസ് ആണ് ഇതിലേത്. പിന്നെ ഡോൾബി വിഷനും HDR10+ ഒക്കെ ഇതിലുണ്ട്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ഒരു വിഷ്വലൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന അതേ രീതിയിൽ ആ ഒരു ഷാഡോ ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ആ ചിത്രങ്ങൾ ആസ്വദിക്കാനായിട്ട് മൾട്ടിപ്പിൾ HDR മോഡും ഈ ഒരു ടി വിയിലുണ്ട്. ഇനിയിപ്പോൾ സൗണ്ടിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയേണ്ട, നല്ല അടിപൊളി ശബ്ദമാണ്. കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനായിട്ട് ഇവിടെ ഡോൾബി അറ്റ്മോസും DTS വെർച്വലെക്സും മാത്രമല്ല ഒങ്കിയോൻ്റെ ഒരു 2.1 ഹൈഫൈ സിസ്റ്റം കൂടി ഇതിലുണ്ട്. ഒങ്കിയോൻ്റെ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാതെ നിങ്ങൾക്ക് അറിയാം. ഞാൻ പല പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഓഡിയോ സിസ്റ്റമാണ് ഒങ്കിയോടേത്. ആ ഒങ്കിയോയുടെ ഒരു സബ്ബൂഫർ ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി ഹൈഫൈ സിസ്റ്റമാണ് ഇതിലുള്ളത്. ഓരോ ടോണും നല്ല ഷാർപ്പായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾക്ക് വീഡിയോ കൺസോളൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് വിഷ്വൽ കാണണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ടി വി വാങ്ങുന്നതെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന നിരവധി ഫീച്ചേഴ്സ് ഈ ഒരു ടി വിയിലുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടേത്. അപ്പോൾ അതുകൊണ്ട് വിഷ്വലൊക്കെ നല്ല പക്ക സ്മൂത്ത് ആയിരിക്കും. പിന്നെ ലോ ലേറ്റൻസിക്കൊപ്പം ടീറിങ്ങും ഷട്ടറിങ്ങും ഇല്ലാതിരിക്കാൻ ഗെയിമിംഗ് സപ്പോർട്ടുമുണ്ട്.
കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 HDMI പോർട്ട് ഉണ്ട്, ഒരു USB പോർട്ട് ഉണ്ട്, ഒരു LAN പോർട്ട് ഉണ്ട്, ആൻറ്റിന ഇൻപുട്ട് ഉണ്ട്, സാറ്റലൈറ്റ് ഇൻപുട്ട് ഉണ്ട്, ഡിജിറ്റൽ ഓഡിയോ ഔട്ട്, ഇതൊക്കെ തന്നെ ഇതിലുണ്ട്. അപ്പോൾ TV മൊത്തത്തിൽ അടിപൊളിയാണല്ലേ. നല്ല രീതിയിലുള്ള വിഷ്വലുകൾ, നല്ല ബിൽഡ് ക്വാളിറ്റി എല്ലാം ഉണ്ട് TCLൻ്റെ TVക്ക്. അപ്പോൾ അത്രയും ഇൻ്റലിജൻ്റ് ആണ്, അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആണ് TV. അപ്പോൾ ഈ ഒരു TV നിങ്ങൾ ഇനി ഒരു വലിയ TV വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 ഇഞ്ച് സൈസിലുള്ള ഇത്തരത്തിലുള്ള ഒരു TV, ഈ ഒരു സ്പെക്കുള്ള TV മറ്റ് ബ്രാൻഡുകളൊന്നും ഈ TCL തരുന്ന പോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് തരില്ല. അപ്പോൾ അത് ഒരു പ്രധാന പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിന് സർവീസൊക്കെ ലഭ്യവുമാണ്. 2032 വരെ ഒളിമ്പിക്കിൻ്റെയും പാരാലിമ്പിക്കിൻ്റെയും പാർട്ട്ണർ കൂടിയാണ് നമ്മൾ TCL. അപ്പോൾ മാസ്റ്റർ ദ മൊമെൻറ്റ് വിത്ത് TCL. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു TV വാങ്ങുമ്പോൾ നിങ്ങളതിൽ പരിഗണിക്കുക. പിന്നെ ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്കൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. പിന്നെ TCL എന്ന ബ്രാൻഡിനെ കുറിച്ച്, അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.